അങ്ങനെ എന്ന് പറയേണ്ടത്, കല്യാണ വേഷത്തോടെ പോയിട്ട് വസന്തഭവൻ ഹോട്ടൽ നിങ്ങൾക്കറിയായിരിക്കും, ചെറുപ്പുറമില്ലേ, നീലേശ്വരത്തേക്ക് പോകുന്ന വഴിക്കുള്ളത്. അടുത്തേക്ക് കല്യാണ വേഷത്തോടെ പോയിട്ട് ഞാനാണ് ഭക്ഷണത്തിൻ്റെ പൈസ കൊടുത്തത്. അതിന് കൂടെ ആരോ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന് രണ്ടാം ആളാണ്ട് അച്ഛൻ ക്ഷണിച്ചിട്ട് വന്നിട്ടുണ്ടായിന്. ആ പൈസയും കൂടി അച്ഛനെടുത്തിട്ട് പോയി. ഇങ്ങനത്തെ ഒന്നും ഗതി ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ വീട്ടിലേക്ക് തമിഴ്നാട്ടിലേക്ക് കല്യാണം കഴിച്ചു വന്നു. അവർക്ക് സ്വന്തം വീടൊന്നുമില്ല, ഒരു വാടക വീട്ടിൽ ഒരു റൂമും ഒരു ചെറിയൊരു അടുക്കളയും മാത്രമല്ലേ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. അവർക്ക് ബനിയൻ കമ്പനിയിൽ കട്ടിങ് മാസ്റ്ററായിട്ട് ഈ ബനിയൻ്റെ പീസെല്ലാം കട്ട് ചെയ്യുന്നില്ലേ, ആ പണിയാണ് ഉണ്ടായിന്. ആ പണിയാണ് എടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതന്നെ ഇപ്പം ഇവിടെ വന്നാൽ എനിക്കിന്ന് തമിഴറിയില്ല, തെലുങ്ക് അറിയാം, ആന്ധ്രയിൽ പണിയെടുത്തുകൊണ്ട്. മലയാളം അറിയാം, ഹിന്ദി എൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതറിയാം, ആ ഭാഷ അറിയാം. പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷും അറിയാം. ഈ 4 ഭാഷ അറിയാം. പക്ഷേ എനിക്ക് തമിഴ് അറിയില്ല. ഇങ്ങോട്ട് വാന്ന് പറയാനൊന്നും കൂടെ എനിക്കറിയില്ല. അന്നേരം ഞാൻ വിചാരിച്ചത്, സിനിമയെല്ലാം കാണുന്നില്ലേപ്പാ, തമിഴ് സിനിമയെല്ലാം കാണുന്നില്ല, ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ട് അവർക്കൊരു മുതലാളി ഉണ്ടായി ആടെയാന്ന് കൊണ്ടുപോയിട്ട് നമ്മളെ കൊടുക്കൽ, പിന്നെ അതിന് ശേഷമാണ് നമ്മളെ ഭർത്താവ് നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ എന്തെല്ലോ ഒരു ചിന്ത പഠിച്ചു തന്നെ, പക്ഷെ വിവരം വേണ്ടേ, അത് കുറച്ചും കൂടെ ഇല്ല. എന്നിട്ട് എന്താക്കി പറഞ്ഞാൽ ഇവിടെ വന്നു. പക്ഷെ അങ്ങനെയൊന്നും നടക്കാതെ തന്നെ പിടിക്കുകയും വലിക്കുകയൊന്നും വേണ്ട, വേറെ ദുസ്വഭാവമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ, പക്ഷെ ഭാഷ അറിയില്ല എന്ന് പറഞ്ഞാലും ഭാഷ അറിയില്ല. എനിക്ക് അവരോടൊന്നും പറയാനും അറിയില്ല, അവരെന്തെന്ന് എന്നോട് പറയുന്നതും എനിക്കറിയില്ല. അപ്പം എങ്ങനെ ജീവിച്ചെന്നറിയും, എങ്ങനെയോ ജീവിച്ചു എന്ന്. കുറച്ച് ബുദ്ധിയില്ലേ, അവരെന്തോ പറയുന്നത് കയ്യാങ്ങിയും കാലാങ്ങിയെല്ലാം വെച്ചിട്ട് ഒരു അമ്മയേ ഇല്ലൂ, വേറെ ആരുമില്ല, അച്ഛനില്ല, പിന്നെ അമ്മ മാത്രം, പിന്നെ പെങ്ങന്മാരോ ഏട്ടന്മാരോ അനിയന്മാരൊന്നും ആരുമില്ല, ഒരേ ഒരു മോൻ. പക്ഷേ അമ്മയമ്മ വന്ന സമയത്തെല്ലാം ഭയങ്കര സ്നേഹത്തിലുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹിച്ചാൽ എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മരുമകൾ എന്നുള്ളൊരിത്. പക്ഷെ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ അതെല്ലാം മാറി. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവർ എന്നെ ചീത്ത വിളിച്ചാൽ ഇപ്പോഴും അറിയില്ല, തമിഴിലത്തെ നല്ല ചീത്ത വർത്താനൊന്നും എനിക്കറിയില്ല. എന്നെ ആരെങ്കിലും പറഞ്ഞാൽ നോക്കി ചിരിക്കുകയും ഞാൻ, എനിക്ക് അത്ര അറിയും. എന്നിട്ട് എന്താക്കി പറഞ്ഞാൽ ഇവർ ഒരാഴ്ചയിലൊന്നും കഴിച്ചിട്ടാകുമ്പോൾ അടുത്തുള്ളൊരു ജീവ എന്ന് പറഞ്ഞൊരു പെണ്ണുങ്ങ പറഞ്ഞു, അത് കേരളക്കാരി പെണ്ണല്ലേ, നിൻ്റെ മോനെയും കൊണ്ട് ഓടിപ്പോവും, നിൻ്റെ കൂടെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഈ അമ്മ ഒരു പഠിപ്പറിവില്ലാത്തൊരു അമ്മയല്ലേ, അത് വിശ്വസിച്ചു. എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, വിളക്കെല്ലാം എടുത്ത് വെച്ചിട്ട് നീ എൻ്റെ മോനെയും കൊണ്ട് വലിച്ചുകൊണ്ട് പോയിക്കൂടാ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പം തുടങ്ങിയത് ഞാൻ തൊട്ടാ കുറ്റം, പിടിച്ചാ കുറ്റം, എല്ലാം കുറ്റം. പിന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ വന്നിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ ഞാൻ ഇവിടുത്തെ സ്കൂളിൽ പണിക്ക് പോകാൻ തുടങ്ങി. അതിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി. പിന്നെ അതിന് ശേഷം കുറച്ച് ദൂരെ സ്കൂളായതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് ദൂരല്ലേ, വേണ്ട, വണ്ടിയിൽ പോകണ്ടേ, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് നിർത്തി, സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ ഒരു 7-ാം മാസം ആകുമ്പോൾ ഒരു വളകാപ്പില്ലേ പെണ്ണ് വീട്ടുകാരോട് ചെയ്യേണ്ടത്. നമുക്ക് കല്യാണത്തിൻ്റെ സമയത്തേ ഒരു താലി എടുത്ത് തരാനും കൂടി, ഒരു കൈ പിടിച്ചു കൊടുക്കാനും കൂടി ഒരാളില്ല. പിന്നെ വളകാപ്പിന് എൻ്റെ വീട്ടുകാരും അറിയില്ല, അതൊന്നും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. എത്ര വയസ്സ് മുതലേ പണിയെടുക്കാൻ തുടങ്ങിയത് അറിയാമോ? 8-ാം ക്ലാസ് പഠിക്കുമ്പോഴതിൽ അമ്മേനെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ അനിയത്തിക്ക് ഇല്ലതെല്ലാം അനിയത്തിയല്ല ഇപ്പം മോളായിട്ട്. അപ്പോൾ ഒരു ടീച്ചർ, ഒരു വറങ്കൽ എൻ്റെ കൂടെ പണിയെടുത്തൊരു പേര് ഞാൻ മറന്നുപോയി, എന്നമോ ഒരു ഏന്ന് തുടങ്ങുന്ന ഒരു പേര്, ഒരു ടീച്ചറുണ്ടായി. ആ ടീച്ചർ എന്നോട് പറഞ്ഞ്, അനിയത്തി എപ്പോഴും അനിയത്തിയാണ്, അത് മകളല്ല, അത് അറിഞ്ഞിട്ട് നടന്നു പറഞ്ഞു. അന്നേരം അതിൻ്റെ മീനിങ്സ് എനിക്ക് മനസ്സിലായിട്ടില്ല. എലിസബത്ത് എന്നാണ് ആ ടീച്ചറുടെ പേര്, ക്രിസ്ത്യാനി. SD സിസ്റ്റേഴ്സിൻ്റെ സ്കൂളാണിത്, വറങ്കല്ല്, കുറച്ച് ഉള്ളിലേക്ക് പോകണം.
അത് അത് ഞാൻ അന്നേരം വിശ്വസിച്ചു. പക്ഷെ കല്യാണത്തിന് ശേഷം, ഓളെ കല്യാണത്തിന് ശേഷം, എൻ്റെ കല്യാണത്തിന് ശേഷമല്ല, അതിലെനിക്ക് മനസ്സിലായി മോളല്ല, അത് മോള് വേറെ അനിയത്തി വേറെ എന്നുള്ളത് അന്നേരം മനസ്സിലായി. പക്ഷെ അങ്ങനെയാണ് കൊണ്ട് നടന്നിന്. പിന്നെ സ്കൂളിൽ നിന്നിട്ട് 7 മാസം തന്നെ വീട്ടിൽ കൊണ്ടാക്കി. എൻ്റെ അമ്മ എന്നെ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ടില്ല. തിരിഞ്ഞും മറിഞ്ഞ് ഒരു 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 എത്ര വയസ്സങ്ങ് കടന്നു. ഇപ്പോൾ കുളി നിന്നിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ നല്ലൊരുത്തൻ തന്നെ കിട്ടി, പിടിക്കാതെ ഒരുത്തരം കിട്ടിയതല്ല എൻ്റെ അമ്മയുടെ മനസ്സിലെന്ന്. കല്യാണം കഴിച്ച് എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, നിനക്ക് പയ്യന്നൂരിൽ നിന്നൊരു പ്രൊപ്പോസൽ വന്നതല്ലേ, ഓനിപ്പോഴും കല്യാണം കഴിക്കാൻ നിൽക്കുന്നുണ്ട്, നീ ഓൻ്റെ ഒപ്പം പോയിക്കോ, കല്യാണം കഴിഞ്ഞ സാരമില്ല എന്ന് പറയുന്നത് എൻ്റെ അമ്മ. ഒരു കുഞ്ഞായിട്ടും കൂടെ അതിനെ എൻ്റെ അമ്മ പറഞ്ഞു, ഒരു മോളേലായിട്ടോ ഒരു കുഞ്ഞേലായിട്ടോ എന്നെ നിനക്ക് വരാലോ കല്യാണം, കുപ്പായ ഡ്രസ്സാ മാറ്റിയിടാൻ വേണ്ടിയിട്ട്. എനിക്കത് ഞാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ അത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗർഭിണിയാകുമ്പോൾ തിന്നാൻ ആവശ്യമൊന്നുമില്ലേ, ഒരു കാന്താരി മുളക് എനിക്ക് പറിച്ചു കൊടുത്തതിന് ഉപയോഗിച്ചിട്ട് അതും കൂടെ എൻ്റെ മനക്ക് തന്നിട്ടില്ല. പ്രസവിക്കാൻ വേണ്ടി പോകുമ്പോൾ ഓപ്പറേഷനാണ്, 2 ഓപ്പറേഷൻ. എനിക്ക് 2 കുഞ്ഞുങ്ങൾ തോന്നി. ഫസ്റ്റ് വന്നതിന് വെയിറ്റേ ഇല്ല, എന്തെല്ലോ എൻ്റെ അമ്മ എനിക്ക് അച്ഛൻ കൊണ്ടുവരുന്ന തിന്നേണ്ട സാധനം കൂടെ ആ ഒരു പച്ച കളർ ബക്കറ്റിലെടുത്ത് വെച്ച് അനിയത്തീരെ കട്ടിലിൻ്റെ അടിക്കേക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ ഇപ്പത്തെ വന്ന സമയത്ത് അവരുണ്ടാളത്തിന് തിന്നു. എൻ്റെ അനിയത്തി ഒന്നും തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് എന്നെ വിട്ടിട്ടില്ല. അങ്ങനെയല്ലാതെ നമ്മളെ ജീവിത കഥ. പ്രസവത്തിന് പോയിട്ടാകുമ്പോൾ കൂടെ എന്നെ കിറിമുച്ചിട്ടല്ലേ കുഞ്ഞിനെടുത്തത്, എടുത്തിട്ട് വന്നിട്ട് എന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ നിന്ന് കൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അവളെ കുഞ്ഞിക്ക് 1.5 വയസ്സ്. കുഞ്ഞിനെ കുളിപ്പിക്കണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഇറങ്ങി പോയിട്ടു. ഇങ്ങോട്ട് എൻ്റെ അടുത്ത് കിടത്തിയ കുഞ്ഞിൻ്റെ മുഖം കൂടെ എന്നെ കാണിച്ചിട്ടില്ല. എന്താ പാൽ കൊടുക്കാൻ തരും, പക്ഷെ നമുക്ക് തിരിയാനും അറിയാനും കഴിയുന്നില്ലല്ലോ. പാൽ കൊടുക്കുന്ന മാത്രം, തല ഇങ്ങനെ പൊന്തിക്കാനും കഴിയുന്നില്ല. അപ്പോൾ കൂടെ എൻ്റെ അമ്മ കുഞ്ഞിനെയും കൂടി കാണിച്ചു. 2ാമത്തെ ദിവസം ഞാൻ കുഞ്ഞിൻ്റെ മുഖം അന്നേരം ചോദിക്കാനൊരു തോന്നുന്നു, എന്ത് ഈ വേദനയോ മരച്ചിട്ടോ എന്തെന്നോ ഒന്നറിയില്ല. അങ്ങനെ ആ കുഞ്ഞു കൂടെ അച്ഛനെ പോലെ തന്നെ മുളയത്, അതിനെ ഒട്ടും കണ്ടൂടെ എൻ്റെ മകൾ. അതോ അന്നേരം കുറച്ച് കളറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി എൻ്റെ അമ്മയുടെ ഇരിക്കുന്നത്, ഇത് നല്ല വെളുപ്പ്, ഓളെ കുഞ്ഞ് കുറച്ച് കറുപ്പ്. അതെല്ലാം കുറ്റം പറയുന്നത് നിങ്ങൾ വിചാരിക്കണം. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സത്യങ്ങൾ മാത്രം പറഞ്ഞത്. ഇങ്ങനെയും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. എന്നിട്ട് അമ്മ 1.5-ാമത്തെ ദിവസം പോയിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോയമ്മ വന്നിട്ടേ ഇല്ല. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ നിന്ന് തന്നെ നോർമൽ വാർഡിലേക്കും കൂടെ കൊണ്ടുവന്നിട്ട്, അതും കാഞ്ഞങ്ങാട് ഗവൺമെൻറ് ആശുപത്രി.